കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇനി അടുത്തൊരു വിഷയമാണ്. നമ്മുടെ കടയിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ചിലർ പറയാറുണ്ട്, എൻ്റെ കടയിലിരിക്കുന്ന സാധനങ്ങൾ പല ഏജൻസികൾ കൊണ്ട് വെക്കുന്നതാണ്. ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരു കമ്പനിയുടെ പുട്ടുപൊടിയുണ്ട്, അത് നമ്മുടെ കടയിൽ ഇരിപ്പുണ്ട്. അത് നമ്മൾ വിൽക്കുന്നതനുസരിച്ച് ഇങ്ങനെ പൈസ കൊടുക്കും. ഈ സാധനത്തിന് ഞാൻ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഞാൻ വിറ്റ് ആ പൈസ കൊടുക്കുന്നത്. ഇത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്നുകിൽ ആ സാധനം നമുക്ക് തരുന്നു, പൈസ നമുക്ക് വിറ്റ് കൊടുത്താൽ മതി. പക്ഷെ ഈ സാധനം രണ്ട് രൂപത്തിൽ. ഒന്നുകിൽ പൂർണ്ണ ഉടമസ്ഥാവകാശം നമുക്ക്, ഒരു ഉടമസ്ഥാവകാശവും നമുക്കില്ല. പൂർണ്ണ ഉടമസ്ഥാവകാശം നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കിന്തൽ പുട്ടുപൊടി നമ്മുടെ കടയിലേക്ക് ഇറക്കി തന്നു, ഇനി അതിന്റെ ഫുൾ ഉത്തരവാദിത്വം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് വിൽക്കാം, നമുക്കിത് മൊത്തം കൊണ്ടുപോയി നശിപ്പിച്ച് കളയാം. അതല്ല, ഇത് മുഴുവൻ എന്ത് ചെയ്യാൻ, വിറ്റിട്ട് നല്ല ലാഭം എടുത്തിട്ട് അവർക്ക് കൊടുക്കാം. ഉടമസ്ഥാവകാശം നമുക്ക് പൂർണ്ണമായി തന്നു. ഇനി കമ്പനി ഒഴിക്കൽ നഷ്ടപ്പെട്ടു പോയി, അങ്ങനെ പോയെങ്കിലോ യാതൊരു അപ്പീലും അവിടെ സ്വീകരിക്കില്ല. അങ്ങനെ നമുക്ക് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തന്നു, പക്ഷെ പൈസ മാത്രം വിറ്റിട്ട് കൊടുത്താൽ മതി. അങ്ങനെയുള്ള അവസ്ഥയാണെങ്കിൽ അതെല്ലാം നമ്മുടെ കച്ചവട ചരക്കിനകത്ത് ചേർക്കും. അതിൻ്റെയും വില നമ്മൾ കണക്കാക്കണം. സക്കാത്തിന്റെ മുതൽ അത് വരും. ഇനി രണ്ടാമത്തുണ്ട് ചില ഏജൻസികൾ. നമ്മൾ ചുമ്മാ ചെയ്യുന്നു, ഒരു കടയും എടുത്ത് നമ്മൾ ചുമ്മാ ഇരുന്ന് കൊടുത്താൽ മതി. ഇത് നഷ്ടപ്പെട്ടാലും കള്ളം കൊണ്ടുപോയാലും ആര് കൊണ്ടുപോയാലും ഇതൊന്നും നമുക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. നമ്മൾ എത്ര വിൽക്കുമോ വിൽക്കുന്നതിന്റെ കമ്മീഷൻ നമുക്ക് തരും. ഈ കമ്മീഷൻ വാങ്ങൽ മാത്രമാണെങ്കിൽ ഇതിന് ഉടമസ്ഥാവകാശം നമുക്കില്ല. അങ്ങനെയുള്ള സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യേണ്ട, സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല. അപ്പം ആ കാര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കും. പിന്നെ ഇന്നലെ വന്നതിനകത്തൊരു ഒരു ചെറിയ വിഷയം, ഒരു കച്ചവടത്തിന്റെ കാര്യം ഇന്നലെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വരുന്ന ഒരു വിഷയമാണ്, ഉദാഹരണത്തിന് റമദാൻ 10 നമ്മുടെ ബിസിനസിന്റെ വാർഷിക ദിവസമാണ്. ആ വാർഷിക ദിവസത്തിന്റെ മുമ്പലത്തെ ദിവസം പലരും ഇപ്പൊ ചോദിക്കുന്ന ഒരു വിഷയമുണ്ട്. നമ്മുടെ കടയിൽ 1 കോടി രൂപയുടെ സാധനമുണ്ട്, 50 ലക്ഷം രൂപയും പൈസ കൊടുക്കാനുള്ളതാണ്. അപ്പൊ 50 ലക്ഷം രൂപ നമ്മൾ എന്ത് ചെയ്യണം? ഈ സാധനങ്ങൾ ഓരോ കമ്പനി കൊണ്ട് ഇറക്കി വെക്കുന്നുണ്ട്. ഇതിന് 50 ലക്ഷം രൂപ ഞാൻ കൊടുക്കാനുള്ളതാണ്. ആ അവസ്ഥയിൽ 1 കോടി രൂപയ്ക്കും സക്കാത്ത് കൊടുക്കണോ? ഷാഫി മദ്ഹബ് അനുസരിച്ച്, മറ്റു മദ്ഹബിൽ ചില വിട്ടുവീഴ്ചകളുണ്ട്. ഷാഫി മദ്ഹബ് അനുസരിച്ച് കടം സക്കാത്തിനെ തടയുകയില്ല. കടം സക്കാത്തിനെ തടയില്ല. ഉള്ളത് എത്രയാണോ അതിന്റെ സക്കാത്ത് കൊടുക്കണം. അത് പെട്ടെന്ന് മനസ്സിലാക്കി തരാം. ഞാൻ ഒരു ബിസിനസ്സിന് വേണ്ടി ഒരു ഷോപ്പ് എടുത്തു. അതിന്റെ അഡ്വാൻസ് ആയിട്ട് ഞാൻ 2 ലക്ഷം രൂപ കൊടുത്തു. 1 കോടി രൂപയുടെ ബിസിനസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. 2 വർഷത്തേക്കാണ് ഞാൻ എഗ്രിമെന്റ് ഈ കടയുടെ സ്ഥല ഉടമയുമായിട്ട്. ആ കടയ്ക്ക് വേണ്ടി 2 വർഷത്തേക്ക് ഞാൻ 2 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് കൊടുത്തു. കച്ചവടം തുടങ്ങി. 1 വർഷം അങ്ങോട്ടായി കഴിയുന്നതിന് തൊട്ട് മുമ്പ് എന്റെ ബിസിനസ് 1 കോടിയുടെ ബിസിനസ് തകർന്നു പോയി. ഒന്നുമില്ല. ഇപ്പോ ബിസിനസ് എല്ലാം പൂട്ടി. അവസാനം എന്റെ വീടും എന്റെ പറമ്പും ഒക്കെ വിറ്റു. ഞാനിപ്പോ പാപ്പരാണ്, ഒന്നുമില്ലാത്ത അവസ്ഥ. ഈ അവസ്ഥയിലും കച്ചവട ചരക്കുണ്ടോ എന്ന് വെച്ചാൽ ഒന്നുമില്ല. പക്ഷെ ഞാൻ സക്കാത്ത് കൊടുക്കണം. ഏതിന്? ഡെപ്പോസിറ്റ് കൊടുത്തിരിക്കുന്ന 2 ലക്ഷം രൂപ എന്റേതാണ്. ഞാൻ ഇത്രയും 1 കോടി കടത്തി നിൽക്കുക. എനിക്ക് വീട് കിടക്കാതെ ഒന്നുമില്ല. ആ അവസ്ഥയിലും 2 ലക്ഷം രൂപ ഞാൻ ഡെപ്പോസിറ്റ് കൊടുത്ത് അവിടെ കിടപ്പുണ്ട്. ആ 2 ലക്ഷം രൂപയുടെ സക്കാത്ത് 1 വർഷം കഴിഞ്ഞതുകൊണ്ട് ഞാൻ അതിന് എന്ത് ചെയ്യണം? 5000 രൂപ സക്കാത്ത് കൊടുക്കണം. അതേ അവസ്ഥയിൽ ഞാൻ സക്കാത്ത് വാങ്ങാൻ അർഹനാണ്. കാരണം ഞാൻ ഒന്നുമില്ലാത്ത മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു വന്നത്, കടം സക്കാത്തിനെ തടയില്ല. കടം എത്തുന്നത് പ്രശ്നമല്ല, കടം വീട്ടുക എന്നുള്ളതേ ഉള്ളൂ. പൈസ ഉണ്ടോ മുതലുണ്ടോ അതിന്റെ സക്കാത്ത് കൊടുത്തേ പറ്റൂ. അതുകൊണ്ട് തന്നെ റമദാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കടയിൽ സ്റ്റോക്ക് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ചിലരെന്ത് ചെയ്യും, റമദാൻ 10 ഡേറ്റ്, റമദാൻ 9ന്റെ അന്ന് കടയിലേക്ക് 10 ലക്ഷം രൂപയുടെ സാധനം നമ്മൾ കാണാം. പ്രത്യേകിച്ച് വലിയ കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ അത് വലിയ വിഷയമാണ്. 10 ലക്ഷം രൂപയുടെ സാധനം കയറ്റി റമദാൻ 10ന്റെ നമ്മൾ കണക്ക് നോക്കുമ്പോൾ 10 ലക്ഷം കൂടി ഇതിനകത്ത് കയറി കഴിഞ്ഞു. ആ 10 ലക്ഷത്തിന്റെ 25,000 നമ്മുടെ സക്കാത്തിൽ വരും. നേരെ മറിച്ച് സക്കാത്തിന്റെ ഡേറ്റ് ആകുമ്പോഴേക്ക് ഒക്കുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, കടയിലേക്ക് കയറ്റാതിരിക്കുക, ഒന്ന് ചവിട്ടുക. കാരണം കടവല്ലേ വാങ്ങിച്ചു വെക്കുന്നതൊക്കെ. അപ്പൊ സ്റ്റോക്ക് ഒന്ന് കുറയ്ക്കുക. അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന പൈസയിൽ നിന്ന് എവിടെയൊക്കെ കൊടുക്കാറുള്ളതുണ്ടോ അത് മാക്സിമം കൊടുക്കുകയും ചെയ്യുക. അങ്ങനെ വരുന്നത് നമ്മുടെ കയ്യിലുള്ള പൈസ കുറയുകയും ചെയ്യും, കടയിലെ സ്റ്റോക്കും കുറയും. റമദാൻ 10 ഡേറ്റ് നമ്മൾ മൊത്തം നോക്കി കണക്ക് സക്കാത്തിന്റെ ഫയലിൽ എഴുതി. അടുത്ത ദിവസം എന്ത് ചെയ്തു, കോടിയുടെ സാധനം നിങ്ങൾ കയറ്റിക്കോ, അത് നമ്മുടെ കണക്കിൽ വരില്ല. കാരണം റമദാൻ 10 ഡേറ്റ്
10ന്റെ അന്ന് സ്റ്റോക്ക് മാക്സിമം കുറച്ചു, കയ്യിലിരിക്കുന്ന പൈസ മാക്സിമം കൊടുക്കേണ്ട കടമൊക്കെ തീർത്തു കഴിയുമ്പോൾ പിന്നെ നമ്മൾ നോക്കുമ്പോൾ ആ തുക മാക്സിമം ഇത് കുറഞ്ഞു നിൽക്കും. അങ്ങനെ ഹിക്മത്ത് എടുക്കാമെന്നുള്ളതല്ലാതെ കടത്തിന്റെ പേരും പറഞ്ഞ് നമ്മുടെ സക്കാത്തിനെ ഒഴിവാക്കാൻ യാതൊരു വഴിയും ഇല്ല. അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ കയ്യിൽ ചിലപ്പോൾ സമ്പത്തുണ്ടാകും. ചിലപ്പോൾ അവന്റെ വാപ്പ അവന്റെ പേരിൽ കുറച്ച് പൈസ കരുതിയിട്ടുണ്ട്. അങ്ങനെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ പേരിൽ നേരത്തെ പറഞ്ഞ സ്വർണം 10 പവനിൽ കൂടുതൽ സ്വർണം ആഭരണമായി ഉപയോഗിക്കാൻ അല്ലാതെ സമ്പാദ്യമായി സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ 595 ഗ്രാം വെള്ളി ഈ കുഞ്ഞിന്റെ പേരിൽ സമ്പാദ്യമായി സൂക്ഷിക്കുന്നുണ്ട് എങ്കിൽ, അതല്ല എങ്കിൽ 595 ഗ്രാം വെള്ളിയുടെ തുല്യമായ വില മാർച്ച് 2ന്റെ കണക്ക് ഈ പ്രാവശ്യം നമ്മൾ എടുത്തത്, അത് വെച്ച് 1,87,503 രൂപ ഒരു കുഞ്ഞിന്റെ പേരിൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ അവന്റെ ഉടമസ്ഥതയിൽ ഉണ്ട് എങ്കിൽ അതിന്റെ 2% സക്കാത്ത് ആ കുട്ടിയുടെ രക്ഷകർത്താവ് ആരാണോ ആ രക്ഷകർത്താവ് കൊടുക്കണം. കുട്ടിയായതുകൊണ്ട് ഇതിന്റെ നിയ്യത്ത് ചെയ്യുന്ന ഉത്തരവാദിത്വം ഒക്കെ രക്ഷകർത്താവിനാണ്. രക്ഷകർത്താവ് നിയ്യത്തൊന്നും ചെയ്യാതെ പൈസ സക്കാത്ത് അവന്റെ കൊടുത്തു എങ്കിൽ അതിന് ഉത്തരവാദി രക്ഷകർത്താവാണ്. അയാളുടെ സ്വത്തിൽ നിന്ന് പകരമെടുത്ത് വീണ്ടും നിയ്യത്ത് ചെയ്ത് കൊടുക്കുകയും വേണം. അതുകൊണ്ട് രക്ഷകർത്താക്കളെ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളുടെ സമ്പത്ത് അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ അത് കൃത്യമായി അതിന്റെ കണക്ക് നോക്കിയിട്ട് തന്നെ നമ്മൾ ഓരോരുത്തരും ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. വസ്തു കച്ചവടക്കാർ ഒരുപാടുണ്ട്, പെട്ടുകിടക്കുന്ന വസ്തു കച്ചവടക്കാരുണ്ട്. എവിടെന്നെങ്കിലും ലോൺ എടുക്കാമെന്ന് വെച്ചാൽ കടം വാങ്ങാൻ തെറ്റൊന്നുമില്ല, പക്ഷെ പലിശ കൊടുക്കൽ ഹറാമാണ്. അത് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആരുടെയോ കടം വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, 1 കോടി രൂപയ്ക്ക് വസ്തു വാങ്ങിയിട്ടു കച്ചവടം ചെയ്യാൻ വേണ്ടിയാ. ആ കച്ചവടം ചെയ്യാൻ വേണ്ടി വസ്തു വാങ്ങിയിട്ടു, അല്ലെങ്കിൽ കാർ വാങ്ങിയിട്ടു, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടു. സംഗതി 2 വർഷമായി, ഇതുവരെ എന്റെ കച്ചവടം നടന്നിട്ടില്ല, ഒരു രക്ഷയുമില്ല. ആ വാങ്ങിയിട്ട കാറാകട്ടെ, കച്ചവടം ചെയ്യാൻ വേണ്ടി വാങ്ങിയിട്ട വസ്തുവാകട്ടെ, അതിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് വില എത്രയാണോ ആ മാർക്കറ്റ് വിലയുടെ 2.5% നമ്മൾ എന്ത് ചെയ്യണം, സക്കാത്തായിട്ട് കൊടുക്കണം. പിന്നെ ഒരു വിട്ടുവീഴ്ച ഉണ്ട്. എന്ത്, ഇപ്പൊ കയ്യിൽ കൊടുക്കാനില്ല, അതുകൊണ്ട് അവിടെ എഴുതിയിട്ടേര് എപ്പോഴാണോ കച്ചവടം നടക്കുന്നത്, കച്ചവടം നടക്കുമ്പോൾ എന്ത് ചെയ്യണം, അത് കൊടുക്കണം. എന്നാൽ ഒരു മനുഷ്യന് 10 വീട് വാടകയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മുടെ സ്വന്തമാണ്, 10 വീട് വാടകയ്ക്ക് ഇങ്ങനെ കൊടുക്കുക. ആ വാടകയ്ക്ക് കൊടുക്കുന്ന വീടിന്റെ പേരിൽ സക്കാത്തില്ല. വാടകയ്ക്ക് കൊടുക്കുന്ന വാഹനത്തിന്റെ പേരിൽ സക്കാത്തില്ല. അതിന്റെ പൈസ നമ്മുടെ വന്ന് 1 വർഷമായിട്ട് നമ്മുടെ കയ്യിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ അടിത്തറ 595 ഗ്രാം വെള്ളിയുടെ പൈസ നമ്മുടെ കയ്യിൽ 1 വർഷമായിട്ടുണ്ട് എങ്കിൽ അതിന് സക്കാത്ത് ഉണ്ടാകും. അല്ലാതെ വാടകയ്ക്ക് കൊടുത്തു എന്നതിന്റെ പേരിൽ വാഹനത്തിന്റെയോ ഉപയോഗിക്കുന്ന വാഹനത്തിനോ, അല്ലെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടത്തിനോ, വാടകയ്ക്ക് കൊടുക്കുന്ന കടയ്ക്കോ ഇതിനൊന്നും സക്കാത്തില്ല. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് എപ്പോഴും ഓർമ്മയിൽ വെക്കുക, നമ്മുടെ ഇൽമിന്റെ നൂറ് നല്ല നിലയിൽ പ്രകാശിപ്പിക്കുക, അള്ളാഹുവിന്റെ നല്ലൊരു അടിമയാകുക. ഈ റമദാൻ നമ്മൾ മുതലാക്കിയെടുക്കണം. അള്ളാഹുവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു അടിമയായിട്ട് മാറണം. അള്ളാഹു അതിനുവേണ്ടി നമ്മളെ എല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞതും കേട്ടതുമൊക്കെ നാളെ മീസാനിൽ വലിയൊരു ലോഡാക്കി അള്ളാഹു തന്നെ തിരിച്ചു തരുമാറാകട്ടെ. അള്ളാഹുവിനെ സന്തോഷപ്പെടുന്ന ഒരു ജീവിതം നമുക്ക് നയിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നോമ്പ് ഒരു പോർലുമില്ലാതെ ഉടമസ്ഥന്റെ കയ്യിൽ കൊടുക്കാനുള്ള തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക്, അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.